എടാ ചങ്ങായി, അഭിനയം എന്ന് പറഞ്ഞാല് ചില്ലറ പണിയൊന്നുമല്ല. അല്ലടാ, അപ്പൊ നീ അഭിനയിച്ച് കട്ട് ചെയ്ത് കളയോ? സെമിറ, നീ ചൊറിയാണ്ടിന്നാ. എടാ, കട്ട് ചെയ്ത് കളയണ്ടിട്ടാ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ആവശ്യത്തിന് വേണ്ട മാത്രമേ ഷൂട്ട് ചെയ്യൂ. സ്പോട്ട് എഡിറ്റാ, സ്പോട്ട്. അതിന് നീ എന്തിനു ചൂടാവുന്നു? പണ്ട് നീ മമ്മൂട്ടിനെ വെടിവെക്കുന്ന സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമ വന്നപ്പോ കൈ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞപ്പാ, അത് ആരെ കൈയാന്ന് പടച്ചവനറിയാം. സെമിറ, നിനക്കിന്ന് വണ്ടി കൊണ്ടോടാ. വേഗം നോക്ക്. നീ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞേട്ടല്ലേ? പ്രേത്ത് സ്റ്റാറാടാ, സ്റ്റാർ. എടാ, അവനവൻ്റെ പണിയെടുത്താൽ പോരെ. ഓരോ ആൾക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അത് മര്യാദയ്ക്ക് ചെയ്യാം. സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നു. പെയിന്റ് പണിയെടുക്കുന്ന നീ ഫേസ്ബുക്കിന്റെ അകത്ത് കവിത എഴുതി തള്ളുന്നില്ലേ? അവനവന്റെ പണി മാത്രം എടുത്താ പോരെ. ഉയന്റെ മോനെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ലടാ. മിഞ്ഞാന്ന് ഇവന്റെ ഒരു കവിത ഉണ്ടേനു. ഷക്കീല ഒരോർമ്മ ബൈ ചന്തു കണ്ണൂർ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഓരോന്ന്. ഞാനൊരു തമാശ പറഞ്ഞല്ലോടാ. ഞാൻ തമാശ പറഞ്ഞല്ല. ചന്തോട്ടാ, വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തോ. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചേ, അടുത്തത് ലാലേട്ടനോടാന്നാ പറയുന്നത്. സെൽഫി എല്ലാം പിന്നെ എടുക്കുക. വണ്ടീനെ സെൽഫ് എടുക്കുന്നില്ല. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരുമോ? എടാ, ഈ 2 വണ്ടി ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനില്ല. അത് കഴിഞ്ഞിട്ട് നടക്കുവേ. എന്നാ പിന്നെ കോളേജിൽ പോയി വന്നിട്ട് വെക്കാം. കോളേജിലേക്കാ? ആ, ഞാൻ പഠിച്ച കോളേജിൽ ഇന്ന് ഒന്നുകൂടി പോകണം. ഞാനിവിടെ പറ്റേ വന്നോ? ആ, കൂട്ടി പോട്. ഇവിടെ കൂട്ടിയിരുന്ന് ഓടിച്ചാലോ. വണ്ടി നന്നാക്കടത്തേണ്ടി. അവിടെ ചന്തു, എനിക്ക് ഈ വണ്ടി മാറ്റിക്കൂടെ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എടുത്തില്ല. വണ്ടി എടുക്കും, വണ്ടി ഓലക്കെട്ട് സാധനം. വണ്ടി മാറ്റിക്കൂടെ? ഇവൻ്റെ അച്ഛൻ പൈസ ഇവിടെ വണ്ടീൻ്റെ ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് 2 ആഴ്ചയായി. അത് നന്നാക്കാൻ പൈസയില്ല. അല്ല, കോളേജിലെല്ലാം പോയി. +2 കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ പ്രാരബ്ധം കാരണം കോളേജിലൊന്നും പോയിട്ടില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് ഏജൻ്റായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാനും നമ്മൾ ടൈൽസിൻ്റെ പണിയെല്ലാം എടുക്കുന്ന കണ്ടപ്പം മനോജും കോളേജിൽ പഠിക്കാൻ തീരുമാനിച്ചു. കോളേജിൻ്റെ അടുത്തൊരു വീട്ടിൽ അവൻ കുറച്ചു കാലം ടൈൽസിൻ്റെ പണിയെടുത്തിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചിട്ടുള്ള പഞ്ചാര വൈബെല്ലാം കട്ടിച്ച് പൂതി കയറിയതവന്. കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാനും റെഡിയായി. അഡ്മിഷൻ സമയമായപ്പോൾ നമ്മളും അപ്ലൈ ചെയ്തു. പക്ഷെ പ്രായം അധികമായി എന്ന് പറഞ്ഞിട്ട് കണ്ടപ്പൻ അഡ്മിഷൻ കിട്ടിയില്ല. എനിക്ക് കഷ്ടിച്ച് കിട്ടി. അപ്പൊ കണ്ടപ്പനോ? കണ്ടപ്പോൾ സങ്കടം സഹിക്കാത്തതുകൊണ്ട് ടൗണിൽ വിമൻസ് കോളേജിൻ്റെ മുമ്പ് തന്നെ ഒരു ജ്യൂസ് കട തുടങ്ങി. എന്നിട്ട് നിങ്ങൾ നല്ലോണം പഠിച്ചാ? ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഡിഗ്രി പാസ്സായിട്ടുമില്ല. ക്ലാസ്സിലൊക്കെ വല്ലപ്പോഴും കയറിയാലായി. എന്നാലും കോളേജ് പഠിക്കാൻ പറ്റിയതൊരു ഭാഗ്യം തന്നെയാണ്. അതായിരുന്നതാ കാലം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലം. രാവിലെ ഉമ്മച്ചളിക്കുവാ. എന്നാലും ഇവിടെ നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? ഇപ്പൊ തിയറിയാ ബോറ. ചേച്ചിക്ക് പ്രാക്ടിക്കലിനോടാ താല്പര്യം. ALS ആന്റി ലവ് സ്ക്വാഡ് പ്രണയിക്കാൻ അനുവദിക്കില്ല. നമുക്ക് ആരും അവകാശമില്ലട്ടാ.
അതിക്കിടന്ന് ഉറങ്ങിക്കൂടാ. അയാദിക്കണം തന്നെ നീ ഒഴിച്ചാക്കിട്ട്. സ്വപ്നം കണ്ടു ഉരുണ്ട് പോവുകയും ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിരപരാധിയല്ലേ? എടാ സോറി, ക്ഷമിക്ക് നീ. എടാ നിനക്കൊരു കാര്യം അറിയൂ? എന്ത്? ഞാൻ സ്വപ്നത്തിൽ ജീവിക്കുന്നടാ. ആ, ഞാനിപ്പം മരിച്ചാനെ. അല്ല നീ ഇങ്ങനെ തീക്കണത്? ഞാൻ നേരത്തെ വീണതാ. എന്താടാ എന്താന്ന്? സത്യം പറടാ, നീ ഇലക്ഷൻ തോക്കുന്ന സ്വപ്നം കണ്ട്? അത് നീ എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നീ തോക്കാൻ വേണ്ടി ജനിച്ചതല്ലേ? ഇല്ല മോനെ, ഈ പ്രാവശ്യം ഞാൻ തോക്കൂല. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ മെനഞ്ഞിട്ടുണ്ട്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. ഓക്കെ? വല്ലേക്കടാ പട്ടി. നീ എന്നടാ കളിക്കുന്നത്? എന്താടാ? ഞാനേ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലേ, അത് ഇവിടെ പെണ്ണ് പ്രേമിക്കുന്നടാ. ഇവനാ? ഇവന്റെ പെണ്ണെങ്ങനെ? അടാ കുഴപ്പം. ഇത് ഇപ്പം ഞാനേ ബാക്കേ കണ്ടുള്ളൂ, ഫ്രണ്ട്സ് കണ്ടില്ല. നീ സ്വപ്നമല്ല കണ്ടേ, സിനിമ ഒന്നല്ലല്ലോ. ബാക്ക് എങ്ങനെ? വിഷമായി. ഇന്ന് പ്രചരണത്തിന്റെ അവസാന ദിവസം, നമ്മുടെ ശക്തി തെളിയിച്ചേ പറ്റൂ. ഇന്ന് അവളുടെ മുന്നിലേ എനിക്ക് എൻ്റെ പ്രണയത്തിന് ശക്തി തെളിയിക്കണം. എടാ, നിന്നെയൊക്കെ ഒരു പെണ്ണിനല്ലേ ഇഷ്ടമുള്ളൂ. എന്നെ കോളേജിലെ മുഴുവൻ പെമ്പിളർക്ക് ഇഷ്ടം. എടാ മണ്ട, ആ ഇഷ്ടല്ലേ ഇഷ്ടം. എടാ, നമ്മുടെ കോളേജിലെ എല്ലാവരും നമുക്ക് സഹോദരി സഹോദരന്മാരാണ്. പിന്നെ ഈ ആണും പെണ്ണും പ്രേമിക്കല് വലിയ ടാസ്ക് ഒന്നുമല്ല. ഒരു ചിരി, 2 കണ്ണിറക്കും, പെണ്ണ് ഫ്ലാറ്റ്. നീ ഒന്ന് കണ്ണിറുക്കി നോക്ക്, അപ്പൊ അറിയാതിന് ടഫ്നെസ്. എടാ, നിനക്കൊന്നും നാണമില്ലേ? ഫൈനൽ ഇയറിന് പഠിക്കുന്ന നീയൊക്കെ ഇതുപോലത്തെ വൃത്തികെട്ട പ്രണയം കൊണ്ട് നടക്കുന്നു. വൃത്തികെട്ട പ്രണയോ? പിന്നെ അല്ലാണ്ട് വെറുതെ അല്ല കോളേജിൽ ALS എന്ന സംഘടന രൂപീകരിച്ച്. അത് ശരിയാ. കാമുകൻ കാമുകിയെ വെട്ടിക്കൊന്നു, കാമുകനും കാമുകിയും ആത്മഹത്യ ചെയ്തു, കാമുകൻ മരിച്ചു, കാമുകി രക്ഷപ്പെട്ടു. അങ്ങനെ എത്ര ദുരന്തങ്ങൾ. അതെ, അപ്പൊ രാഷ്ട്രീയത്തിൽ കൊലപാതകമൊന്നുമില്ലേ? കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിലെ ഒരു പാവപ്പെട്ട കുട്ടിയെ മരിച്ചത്. അതും ശരി. ഡാ, അതൊക്കെ വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. എന്താ ആളെ കൊല്ലുന്നതാ? അങ്ങനെയാണെങ്കിലേ എന്റെ പ്രണയം അതിനെക്കാട്ടും വലിയ പോരാട്ടമാണ്. മനസ്സിലായ? നിനക്ക് മനസ്സിലായ? ഓ, നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടു. അതിലെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന് തുല്യമായ തിരിച്ചടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വിളിപ്പിച്ചത്. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സസ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഓർഡർ ഇടേണ്ടി വരും. ഇലക്ഷനേക്കാൾ വലുത് എനിക്ക് വിദ്യാർത്ഥികളുടെ ജീവനാണ്. അതേത് പ്രസ്ഥാനമായാലും ശരി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തരാൻ സാധിക്കുമോ? അങ്ങനെ ഉറപ്പൊന്നും തരാൻ പറ്റില്ല സാറേ. ഉറപ്പ് തരാം സാർ. SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ ഉറപ്പുതരാം സാർ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ JP, എനിക്കിതിന് വിശ്വാസമാണ്. ഐ വിഷ് യു എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സാർ.